നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യം ആ ഒരു വിവരം പറയുകയാണ്. നമ്മുടെ സംഘപ്രവർത്തകനെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി ഒരുപാട് കള്ളക്കേസുകളിൽ കുരുങ്ങി നിൽക്കുന്ന SDPI പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകളുടെ കള്ളക്കേസിൽ കുരുങ്ങി നിൽക്കുന്ന നമ്മുടെ സംഘ സഹോദരന്റെ കേസിന്റെ ആവശ്യാർത്ഥം നമ്മളൊരു ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ഉദ്യമത്തിൽ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഈ 2 ഗൂഗിൾ പേ നമ്പർ ഉപയോഗിക്കുക. ഇനി അതല്ല അക്കൗണ്ട് ത്രൂ ചെയ്യാൻ കഴിയുന്നവർക്ക് അക്കൗണ്ട് ത്രൂയിലൂടെ ചെയ്യാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഈ 2 വിവരങ്ങളും വീണ്ടും വീണ്ടും പറയുന്നത് അത്രയും ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്. നമ്മൾ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള വിവരം നൽകാതെ, ഇപ്പോ നമുക്കറിയാം ഒരു വലിയൊരു സീരിയസ് കേസിൽ അകപ്പെട്ടിട്ടുള്ള ഒരു നമ്മുടെ സംഘ സഹോദരൻ, അതിൽ കള്ളക്കേസാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് സംഘ നേതൃത്വത്തിന്റെ അറിവോടെയും അവരുടെ അനുമതിയോടും കൂടിയും മാത്രമാണ് നമ്മൾ ആ സഹോദരന് വേണ്ടി കാശ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാവുക. ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ആ വാല് പോലും മോഷ്ടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ പിതൃത്വത്തെ പോലും സ്വയം ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത്രയും നാൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഇന്നും പ്രിയങ്ക ഗാന്ധി, ഈ രാഹുൽ ഗാന്ധി, സോണിയ ഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്ന ഈ രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന, അതല്ലെങ്കിൽ അയാളുടെ മറ്റൊരു പേര് പാസ്പോർട്ടിലെ വിദേശ പൗരത്വമൊക്കെ ഉള്ള ആളാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമി കൃത്യമായിട്ട് കേസുമായി രംഗത്തുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്തായാലും ചോറുവിടെയും കൂറവിടെയുമുള്ള ഈ സ്വഭാവക്കാരൻ കൃത്യമായിട്ടും തന്റെ അപ്പപ്പ കാണുന്നവനെ അച്ഛ എന്ന് വിളിക്കുന്ന സ്വഭാവം ഈ രാജീവ് ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയും, ഈ ഗാന്ധി അല്ല ഗണ്ഡികൾ, ഈ ഗണ്ഡികളെയൊക്കെ തള്ളി പറയുന്ന ഒരു അവസ്ഥ എന്നത് ആലോചിച്ച് നോക്കും. അതായത് സ്വന്തം പിതൃത്വത്തെയും അതല്ലെങ്കിൽ മാതാവിനെയും ഒക്കെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ഇയാൾക്ക് അതൊക്കെ സാധ്യമാണ്. കോൺഗ്രസ്സുകാർക്ക് ഒന്നടങ്കം അത് സാധ്യമാണ് എന്നുള്ളതാണ്. ഈ കുറച്ച് ചെറിയൊരു ചർച്ചയാണ്, 1 വർഷം മുൻപ് നടന്ന ഒരു ഗംഭീര ചർച്ചയാണ്. നമ്മുടെ ഒന്ന് സത്യത്തിൽ വല്ലാതെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയൊരു ചർച്ചയുടെ ഭാഗങ്ങളാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സന്ദീപ് വചസ്പതിയാണ്. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് രാജു പി നായരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അഡ്വക്കേറ്റ് എന്താണ് ഇവരുടെ പേര്, ജയപ്രകാശ് എന്താണ്, ആ അഡ്വക്കേറ്റ് ജയപ്രകാശ് മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും. അതുകൊണ്ട് അയാൾ പ്രസക്തനുമല്ല. എന്തായാലും നമുക്ക് ഈ ചർച്ചയുടെ ഈ ഭാഗം ഒന്ന് കേട്ടിട്ട് വേഗം വരാം. എനിക്ക് ഇവിടെ ഇരിക്കുന്ന 2 പാനലിസ്റ്റുകൾ, ഇപ്പൊ കോൺഗ്രസ്സുകാരനും വന്നിരിക്കുന്ന സന്ദീപ് വചസ്പതി ആട്ടോ. എനിക്ക് ഈ 2 പേരോടും ചോദിക്കാനൊരു ചോദ്യം, ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എന്നു മുതലാണ് സവർക്കറെ എതിർത്തു തുടങ്ങിയത് എന്നൊന്ന് എനിക്ക് വ്യക്തമാക്കി തരാം. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദ്യമൊന്നുമില്ല, കാര്യം അവർ ഉണ്ടായ കാലം മുതൽ ഈ രാജ്യത്തെ എതിർത്തവരാണ്. എങ്കിൽ പോലും എന്നു മുതലാണ് നിങ്ങളുടെ 2 പാർട്ടികളും സവർക്കറിനെ വെറുക്കപ്പെട്ടവരായി കണ്ടു തുടങ്ങിയത്? അത് പറഞ്ഞതിന് ശേഷം ചർച്ച മുന്നോട്ടേക്ക് പോകാം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഈ ചോദ്യത്തിന് 2 പേരും ദയവ് ചെയ്ത് ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം. അപ്പൊ രാജു പി നായരിലേക്ക് പോവാം. ശ്രീ രാജു പി നായർ, ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ശരി. സവർക്കറെ എതിർത്തു തുടങ്ങിയത് ഹിന്ദുത്വ രാഷ്ട്രീയം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കാനും ഈ രാജ്യത്തിന്റെ ആശയങ്ങളെ കൊല ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കാനും പോകുന്ന ഒരു ശക്തിയായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം വളർന്നു തുടങ്ങിയപ്പോഴാണ് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് 1925 ഹിന്ദുത്വ ദ എസെൻഷ്യൽസ് ഓഫ് എ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി. സംശയം വല്ലതുണ്ടോ? ഉണ്ട്. ഞാൻ ഇടപെടട്ടെ? സംശയം രാജു, ബഹുമാനപ്പെട്ട രാജു, അപ്പൊ താങ്കള്, ഞാൻ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, നമ്മുടെ നാട്ടുഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഞാൻ താങ്കളെ വ്യക്തിപരമായ ഉദ്ദേശമല്ല പറയുന്നത്. അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക, അതൊരു നാട്ടുചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ താങ്കളെ വ്യക്തിപരമായല്ല, താങ്കൾ മുൻപോട്ട് വെച്ച ആശയത്തെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം താങ്കളുടെ പാർട്ടിയിലുള്ള പണ്ഡിറ്റ് നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ രാജീവ് ഗാന്ധിക്കോ നരസിംഹറാവുവിനോ എന്തിനും മൻമോഹൻ സിംഗിന് പോലും ഈ അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾക്ക് അറിയുമോ? രാഹുലിനെ പോലെയുള്ള അമൂൽ ബേബികള് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന് ഇന്നാട്ടിലെ, ഞാൻ പറഞ്ഞ തീർത്തിട്ട് പറഞ്ഞോളൂ,
രാഹുലിനെ പോലെയുള്ള അമുൽ ബേബികള് ഏതൊക്കെയോ ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി ഇന്ത്യയിൽ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയ 10 വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ സവർക്കറെ തള്ളി പറയാൻ തുടങ്ങിയിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്ത് മാത്രമേ നിങ്ങളുടെ സവർക്കർ വിരോധമുള്ളൂ. ശ്രീരാജു, മഹാരാഷ്ട്രയിൽ പോയി പറയാനുള്ള തന്റേടമില്ല, കർണാടകയിലില്ല, മധ്യപ്രദേശിലില്ല, പഞ്ചാബിലില്ല, ഹരിയാനയിൽ എങ്ങുമില്ല. എങ്ങും പോയി നിങ്ങൾ പറയാനുള്ള തന്റെ ഇടവും നിങ്ങൾക്കില്ല. കേരളത്തിൽ നിങ്ങളുടെ വിചാരം ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാര് ഛർദ്ദിച്ച് വെക്കുന്നതാണ് അമൃത് എന്ന് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയതിന്റെ ഗതികേടാണ് ഇതുകൊണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള പ്രധാനമന്ത്രി, എന്റെ കൂടി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കിയ കഥകളൊക്കെ താങ്കൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരയായിരുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സവർക്കറെ വിശേഷിപ്പിച്ചെന്താണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. താങ്കളുടെ സഹോദരൻ അഡ്വക്കേറ്റ് ജയപ്രകാശ്, നിങ്ങൾ അദ്ദേഹത്തിനോട് പറയാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്താണ് വീര സവർക്കറെ പറ്റിയുള്ള അഭിപ്രായം? അപ്പൊ AKGക്ക് എന്തായിരുന്നു അഭിപ്രായം? ഞാൻ ഓരോന്നിലേക്ക് ഞാൻ വരാം, ചരിത്രത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ അതുകൊണ്ട് ഈ 10 വർഷത്തെ ചരിത്രമല്ല ഇന്ത്യയുടെ ചരിത്രം. ഈ എന്നു മുതലാണോ സോണിയ രാഹുൽ കാഴ്ചകളുടെ കയ്യിലേക്ക് കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കിട്ടിയത്, അന്നു മുതലാണ് നിങ്ങൾക്ക് സവർക്കർ വെറുക്കപ്പെട്ടവനായത്. സവർക്കർ നിങ്ങളുടെയും നേതാവായിരുന്നു സർ. ഇപ്പോ ഇവിടെ ശ്രീമാൻ ജയപ്രകാശ് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, RSSനെ നിരോധിച്ച സർദാർ പട്ടേലെ ഞങ്ങൾ എന്താണ് പദവി നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് സാർ ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളെ നിരോധിച്ചോ ഞങ്ങളെ എതിർത്തോ ഞങ്ങൾക്ക് വിഷയമല്ല. ഈ രാജ്യത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചോ അവരൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വീര സവർക്കർ RSSകാരനോ ശാഖയിൽ വന്നവനോ ഒന്നും അല്ല. നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ എന്ന വീര സവർക്കർ ബുക്ക് എഴുതുന്ന 1923 സവർക്കറുടെ 23 ബുക്ക് കണ്ടിട്ടല്ല 25 ഡോക്ടർ ഖഡ്ഗേവാർ RSS തുടങ്ങിയത് താങ്കൾക്കറിയുമോ? അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ ചരിത്രത്തെ വെറുതെ നിങ്ങൾക്ക് ചരിത്രം അറിയില്ലെങ്കിൽ എന്തെങ്കിലും വന്നിരുന്ന് വിളിച്ചു പറയരുത്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ 919 ജയിലിൽ പോയ സവർക്കർ 23 വെളിയിൽ വന്നെന്ന്. എവിടെന്നാ താങ്കൾക്ക് വിവരം കിട്ടിയത്? ഞാൻ പറഞ്ഞോട്ടെ, 911 വീര സവർക്കറെ 50 വർഷത്തെ തടവിന് ശിക്ഷിച്ച് നമ്മളുടെ കാലാപ്പാനി എന്ന് ഇന്ന് വിളിപ്പേരുള്ള ആൻഡമാൻ ജയിലിലേക്ക് അയച്ചത് താങ്കൾക്കറിയാമോ? 11 അയച്ചത്, വെറും 19 ചുമ്മാതെ വന്നിരുന്ന് എന്തെങ്കിലും പറയരുത്. 10 വർഷം ആൻഡമാൻസിലെ തടവിൽ കഴിഞ്ഞിരുന്നു. ആരാണ് പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിനെ സംരക്ഷിക്കപ്പെട്ട സ്മാരകമാക്കിയത്? നരേന്ദ്രമോദിയാണോ? അപ്പൊ ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം. എന്തിനാണ് നിങ്ങൾ, ഞാൻ ചോദിക്കട്ടത്, സവർക്കറെ ഇപ്പൊ ഇവിടുന്ന് ഒരു ചോദ്യം വന്നല്ലോ, സവർക്കർ മാപ്പ് പറഞ്ഞതിന് തെളിവുണ്ടോ? ആരുടെ കയ്യിലാ തെളിവുള്ളത്? നിങ്ങൾ തെളിവ് പുറത്തുവിട്, ആ തെളിവിനെ ഞാൻ സംസാരിക്കാമല്ലോ. അപ്പൊ ഈ കേവലം 10 വർഷത്തെ സോണിയയോ രാഹുലോ പറയുന്നതല്ല ഇന്ത്യയുടെ ചരിത്രം. നിങ്ങളുടെ ഗതികേടാണത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ സാർ. രാജു പി നായർ, താങ്കളുടെ കുഞ്ഞ് ഇന്ന് തെരുവിലിറങ്ങി സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ വെള്ളയും ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ സവർക്കർ കൂടി അനുഭവിച്ച കഷ്ടപ്പാടിന്റെ പിൻബലത്തിലാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് 4 വോട്ടിന് വേണ്ടി ജനിപ്പിച്ച അച്ഛനെ പോലെ തള്ളിപ്പറയുന്ന കോൺഗ്രസിന്റെ പാരമ്പര്യമുണ്ട്. രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്നത് സ്വന്തം അച്ഛനെ അല്ല, അച്ഛന് ജന്മം നൽകിയ അമ്മയെയാണ് തള്ളിപ്പറയുന്നത്. ഞങ്ങൾക്ക് അതിലാണ് വിഷമം. ഇന്ദിരയാണ് സവർക്കറെ ആദരിച്ചത്. ആ ഇന്ദിരയെ തള്ളിപ്പറയാനുള്ള രക്തശുദ്ധി മാത്രമേ രാഹുലിനുള്ളൂ എന്നതാണ് ഇന്ത്യയുടെ ഗതികേട്. അതാണ് കോൺഗ്രസിന്റെ ഗതികേട്. നിങ്ങളുടെ രാഷ്ട്രീയം വേറെ ആയിക്കൊള്ളട്ടെ, സവർക്കറിനെ പറ്റി നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടുണ്ടോ? വസ്തുനിഷ്ഠമായി പഠിച്ചതിന് ശേഷം സവർക്കർ അന്നത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് ചെയ്തതിന് വിരുദ്ധമായി വീര സവർക്കർ ചെയ്ത ഒരു ഇൻസിഡന്റ് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. രാജു പി നായർ, നേരത്തെ സന്ദീപ് വാചസ്പതി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എങ്കിലും എന്റെ കയ്യിൽ 1980 മെയ് 20 നമ്മുടെ ഇന്ദിരാഗാന്ധി എഴുതിയ ഒരു കത്ത്, അതിൽ പറഞ്ഞിരിക്കുകയാണ്, വീർ സവർക്കേഴ്സ് ഡയറിംഗ് ഡിഫിയൻസ് ഓഫ് ദി British government has its own important place in the annals of our freedom movement. I wish success to the plans to celebrate the birth centenary of this remarkable son of India. ഇന്ദിരാഗാന്ധി. വീര സവർക്കറുടെ പേര് സ്റ്റാമ്പ് ഇറക്കിയത് ആരാണ്? പുറത്തിറക്കിയത് ഇന്ദിരാഗാന്ധി. നേരത്തെ സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ സംരക്ഷിത സ്മാരകമാക്കിയത് ആരാണ്? കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ലേ. പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ സവർക്കറെ തള്ളി പറഞ്ഞു തുടങ്ങിയത്? പറഞ്ഞത് കറക്റ്റ് അല്ലേ? രാഹുൽ വന്നതിന് ശേഷമല്ലേ? താങ്കൾ പറഞ്ഞല്ലോ സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു എന്ന്. സവർക്കർ എന്ത് തടവുകാരനായിരുന്നു എന്ന് താങ്കൾക്കറിയുമോ?
താങ്കള് വളരെ പുച്ഛത്തോടെ പറയുന്നുണ്ടായിരുന്നല്ലോ 6 മാസം കഴിഞ്ഞപ്പോ തന്നെ സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു എന്ന്. സുഹൃത്തെ, ഏകാന്ത തടവ്, വെറും ഒരു മനുഷ്യന് മാത്രം നിൽക്കാവുന്ന കുടുസുമുറിയിൽ 2 കൈകളിലും മുകളിലേക്ക് ബന്ധിച്ചുകൊണ്ട് ഒരാളെ 6 മാസത്തെ തടവിനാണ് ഇട്ടിരുന്നത്. സ്വന്തം അപ്പുറത്തെ സെല്ലിൽ സഹോദരൻ കിടപ്പുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് കാലാപാനിയിൽ നിന്ന് 10 വർഷത്തിന് ശേഷം മോചിതനാകുമ്പോഴാണ് എന്ന കാര്യം രാജു പി നായർക്ക് അറിയാമോ? എന്തിനാണ് രാജു രാഷ്ട്രീയ നേട്ടത്തിനാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ അപഹസിക്കുന്നത്? താങ്കൾ മാപ്പെഴുതി കൊടുത്തുവെന്ന് എവിടെയെങ്കിലും സവർക്കർ ഞാൻ ചെയ്തത് തെറ്റ്, മാപ്പെന്ന് പറഞ്ഞ എന്താണ് രാജു? മാപ്പെന്ന് പറഞ്ഞ എന്താ? ഞാൻ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി, എന്നോട് പൊറുക്കണം എന്ന് പറയുന്നതാണ് മാപ്പ്. ഈ സവർക്കർ എഴുതി കൊടുത്ത ദയാഹർജിയാണ് നിങ്ങൾ ഈ പറയുന്ന ക്ലെമൻസി പെറ്റീഷൻ. സവർക്കർ മാത്രമല്ല സാർ എഴുതി കൊടുത്തിട്ടുള്ളത്. അതെ, നിങ്ങളുടെ വലിയ നേതാവ് ഉണ്ടായിരുന്നല്ലോ, പണ്ഡിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു, എത്രണ്ണം എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? തൊട്ടപ്പുറത്ത് ഒരാൾ ഇരിപ്പുണ്ടല്ലോ, ജയപ്രകാശ്. ജയപ്രകാശിന്റെ നേതാക്കന്മാര് മാപ്പെഴുതിയ കഥകൾ പറഞ്ഞാൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ താങ്കള് സവർക്കറുടെ പെറ്റീഷന്റെ അടിയിൽ മോസ്റ്റ് ഒബീഡിയന്റ് എന്ന് എന്താ പറഞ്ഞത്? മോസ്റ്റ് ഒബീഡിയന്റ് സെർവന്റ് എന്ന് വെച്ചെന്നോ? മഹാത്മാഗാന്ധി അങ്ങനെ എഴുതിയ രേഖ ഞാൻ താങ്കളെ കാണിക്കണോ ശ്രീ രാജു പി നായർ? അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ എല്ലാ ദേശീയ നേതാക്കന്മാരും അവരോട് നടത്തിയ കമ്മ്യൂണിക്കയുടെ അടിയിൽ വച്ചിരുന്ന ഒരു കോർട്ടസി വാക്ക് തന്നെയായിരുന്നു അത്. യുവർ മോസ്റ്റ് ഒബീഡിയന്റ് സെർവന്റ് എന്നോ എന്താണ് പറയുന്നത്, ഐ വിൽ ബി മോസ്റ്റ് ഒബ്ലൈജ്ഡ് ടു എന്നോ ഉള്ള സല്യൂട്ടേഷനും അതിന്റെ കൺക്ലൂഷനും എന്നുള്ളത് എല്ലാ ദേശീയ നേതാക്കന്മാരുടെയും നടത്തിയ കത്തുകളുടെ അവസാനം നോക്ക്. മഹാത്മാഗാന്ധി അതേപോലെ എഴുതിയിട്ടുള്ള എത്രയധികം കത്തുകൾ ഞാൻ താങ്കൾക്ക് അയച്ചുതരാം, വേണോ? താങ്കൾ ദേശീയ ആർക്കൈവ്സിനെ പറ്റി പറയുന്നുണ്ടല്ലോ. സവർക്കറുടെ കത്ത് മാത്രമല്ല അവിടെ ഉള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് രാജു പി നായർ അറിയാമോ? പണ്ഡിറ്റ് നെഹ്റുവിനെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു പ്രദേശത്തേക്ക് നിരോധനാജ്ഞ ലംഘിച്ച് കടന്നുപോയതിന് 2 ദിവസം പിടിച്ച് ജയിലിലിട്ടപ്പോ മാപ്പ് പറഞ്ഞത് നെഹ്റു ആയിരുന്നില്ല കേട്ടോ, നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ആ ചരിത്രം അറിയാമോ രാജു പി നായർക്ക്? സ്വന്തം മകൻ കുടിസുമുറിയിൽ കിടക്കുന്നു, മകന് കിടന്നുറങ്ങാൻ ബെഡ്ഷീറ്റ് ഇല്ല, തലയാണയില്ല, അവിടെ വെള്ളം ചോർന്നൊലിക്കുന്നു. എന്റെ മകൻ എലിയെ കണ്ടു പേടിച്ചു. കേട്ടിട്ടുണ്ടോ രാജു പി നായർ? ആരാ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ വലിയ നേതാവ് നെഹ്റു അല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ മാപ്പ് പറഞ്ഞ കഥയായി പറയുന്നത്. പണ്ട് MG സോമൻ പറഞ്ഞതുപോലെ നെഹ്റു മാപ്പ് പറഞ്ഞ കഥയല്ലേ, നെഹ്റുവിന്റെ അച്ഛൻ മാപ്പ് പറഞ്ഞ കഥയാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മാപ്പിന്റെ ചരിത്രമൊന്നും ഇങ്ങോട്ട് എടുത്തോണ്ട് വരരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ വായിച്ചു നോക്കിയാൽ മതി, കിട്ടും. അവിടെയുണ്ട് നല്ല വെടിപ്പായിട്ട് മാപ്പ് പറഞ്ഞ കഥ. നിങ്ങൾ അപഹസിച്ച വീര സവർക്കർ 26 വർഷം ജയിലിൽ കിടന്നു. ഈ ഇന്ത്യക്ക് വേണ്ടി അങ്ങ് സ്വാതന്ത്ര്യം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പറയുന്ന നെഹ്റു 3 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ മിസ്റ്റർ? എവിടെയാണ് ജയിലിൽ കിടന്നത്? അദ്ദേഹത്തിന്റെ ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പുറത്തു വരുന്നത് ഞാൻ പ്രതികരിച്ചാൽ സഭ്യതയ്ക്ക് ചേരാത്തായതുകൊണ്ട് ഞാനത് റിസർവ് ചെയ്യുകയാണ്. ഇവിടുത്തെ പ്രേക്ഷകരും പ്രബുദ്ധരായ ജനവും കാണുന്നുണ്ട്. പണ്ഡിറ്റ് അദ്ദേഹം ഉദ്ദേശിച്ച ഫോട്ടോഗ്രാഫിന്റെ കാര്യം മറ്റൊന്നുമല്ല. നിങ്ങൾ എല്ലാവരും ഗൂഗിളിൽ കയറിയിട്ട് നെഹ്റു വിത്ത് ലേഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്താൽ മതി. കൃത്യമായിട്ട് ഗൂഗിൾ തരും ഈ നെഹ്റു എന്തായിരുന്നു എന്നുള്ളത്. നെഹ്റു ഇപ്പോ വീര സവർക്കർ ചെരുപ്പ് നക്കി എന്നാണല്ലോ പറയുന്നത്. എന്നാൽ വീര സവർക്കർ ചെരുപ്പ് നക്കി എന്നാണെങ്കിൽ നെഹ്റു എവിടെയൊക്കെ നക്കി, എവിടെയൊക്കെ വടിച്ചു കൊടുത്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നെഹ്റു വിത്ത് ലേഡീസ് എന്ന് മാത്രം ഗൂഗിളിൽ കൊടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതാണ് സന്ദീപ് ജി പറഞ്ഞത്. ബാക്കിയോട് കേൾക്കാം. ജവഹർലാൽ നെഹ്റു ആർക്ക് എവിടൊക്കെ എന്തൊക്കെ തടകി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഫോട്ടോഗ്രാഫറായിട്ട് പുറത്തു വരുന്നുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ എഡ്വിന മൗണ്ട് ബാറ്റൻ ആരാണെന്ന് ഞാൻ പറയണോ? അവരുടെ മകൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്, അതെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ആളുടെ വീരസാഹസിക കൃത്യങ്ങൾ അറിയണമെങ്കിൽ. അത്ര സുഖലോലുപതയൊന്നും സവർക്കർക്ക് ഉണ്ടായിരുന്നില്ല സർ. സവർക്കർ ക്ലെമൻസി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ ചെയ്തു പോയ സമസ്താപരാധവും പുറത്ത് എന്നെ വെറുതെ വിടണമെന്നായിരുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, വീര സവർക്കർ എന്നുള്ളത് രാഷ്ട്രീയ തെളിവുകാരനാണ്. അയാൾ പോക്കറ്റ് അടിക്കോ ബലാത്സംഗ കുറ്റത്തിനോ കൊലപാതകത്തിനോ പോയതല്ല അയാളെ പീഡിപ്പിക്കാൻ. ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ തടവുകാരെ എല്ലാവരും എ ക്ലാസ് തടവുകാരാണ് കരുതിയിട്ടുള്ളതെന്ന് താങ്കൾക്ക് അറിയുമോ? ഇവിടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വന്നപ്പോ തലയാണ കിട്ടാത്തതിന് കലഹിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് സമരം ചെയ്തതിനെ പറ്റി MP മന്മഥൻ സാർ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. സ്മൃതിപഥം എന്ന് പറയുന്ന ആത്മകഥ ഞാൻ പറഞ്ഞു തരാം. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് എ ക്ലാസ് തടവുകാരന്റെ സ്റ്റാറ്റസ് കിട്ടിയില്ല പോലും.
നാടിനെ ഉദ്ധരിക്കാൻ ഇറങ്ങിയവരുടെ കഥയാ പറഞ്ഞത്. സവർക്കറുടെ സെല്ലുലാർ ജയിലിലെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നെന്ന് രാജു പി നായർക്കോ ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് ജയപ്രകാശിന് അറിയുമോ? അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഡി എന്നായിരുന്നു. ഡി എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ നെഹ്റു ജയിലിൽ കിടന്നത് എ ക്ലാസ് തടവുകാരനായിട്ടായിരുന്നു സർ. കാല് തടവി കൊടുക്കാൻ ആളുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാമായിരുന്നു. വീട്ടുകാരെ സന്ദർശിക്കാൻ അനുവദിക്കുമായിരുന്നു. വീട്ടിലേക്ക് കത്തയക്കാമായിരുന്നു. തലയണ കിട്ടുമായിരുന്നു. വായിക്കാൻ പുസ്തകം കിട്ടുമായിരുന്നു. കിടക്ക കിട്ടുമായിരുന്നു. 3 നേരം ഭക്ഷണം കിട്ടും. തൊഴിലെടുക്കണ്ട, കഠിന പണിയില്ല. വീര സവർക്കർ ഡി ക്ലാസ് തടവുകാരനായി ഡേഞ്ചറസ് എന്ന ക്ലാസിഫിക്കേഷനോടുകൂടി സെല്ലുലാർ ജയിലിൽ 10 വർഷമായി കിടന്നത്. കാളയെ വലിപ്പിക്കുന്ന ചക്ക് ആ മനുഷ്യനെ കൊണ്ട് വലിപ്പിച്ചിട്ടുണ്ട്. ചക്കിൽ എണ്ണയായിട്ടിട്ടുണ്ട്. താങ്കൾ വെറും പുച്ഛിക്കരുത്. അയാൾ മാപ്പെഴുതി കൊടുത്തു പോലും. താങ്കളായിരുന്നെ മാപ്പല്ല സർ, പലതും എഴുതി കൊടുത്തേനെ, പലതും ചെയ്തേനെ. നെഹ്റു ചെയ്തതുപോലെ വീര സവർക്കർ ചെയ്തത് തെറ്റായിപ്പോയെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ പുറത്തിറക്കി വിടണം. കാരണം ഞാൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ രാഷ്ട്രത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയതിനാണ് ഞാൻ ജയിലിൽ വന്നത്. പോക്കറ്റ് അടിച്ചതിന് വന്നതല്ല. അല്ലാതെ എന്താണ് പറഞ്ഞത്, എഡിയ മൗണ്ട് ബാറ്റനെ കയറി പിടിച്ച കേസിലല്ല അകത്തായിരിക്കുന്നത് പണ്ഡിറ്റ് വീരസവർക്കർ ജയിലിലായത് രാഷ്ട്രത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് മാന്യമായ പരിഗണന വേണം. അല്ലാതെ ഡി ക്ലാസ് തടവുകാരനായി കൊണ്ടുവന്ന എന്നെ രാഷ്ട്രീയ തടവുകാരനായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദയാഹർജി കൊടുത്തിട്ടുണ്ട്. അതിനെന്താ തെറ്റ്? നിങ്ങളുടെ നെഹ്റു 2 ദിവസം കിടന്നപ്പോ അച്ഛനെ വിളിച്ചു വരുത്തി മാപ്പെഴുതി കൊടുത്തില്ലേ? അതുപോലെയല്ല. ഞാൻ ഇടയ്ക്ക് കേട്ടില്ല ഒരു ചോദ്യം. ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം രാജു പി നായര ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. കോൺഗ്രസ് 1924 ജയിലിൽ നിന്ന് മോചിതനായ സവർക്കർ 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയ ഒരു സമരം, ഒരു ലേഖനം സന്ദീപ് സവർക്കർ നടത്തിയ സമരം അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സവർക്കർ മാപ്പ് പറഞ്ഞതിന് തെളിവുണ്ടോ, അതിന് രേഖയുണ്ടോ എന്നതാണ് ചോദ്യം. താങ്കളുടെ ലോജിക്ക് വളരെ കൃത്യമാണ്. താങ്കള് മഹർഷി അരവിന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് അംഗീകരിച്ചല്ലോ. അനിൽ രാജു ചോദിച്ച വളരെ റെലവന്റ് ആണ്. ദയാഹർജിയുടെ ഇല്ല അനിലെ എന്നെ കടലാടി പോലുള്ള കാര്യങ്ങളാണ് കടലും കടലാടി പോലെ എഴുതിയാൽ അത് മാപ്പാണ്. ദയാഹർജിയല്ല. അല്ല, അത് അതിന്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. താങ്കൾ എത്ര കാലാപാനിയിൽ നിന്ന് അത്തരത്തിലുള്ള കമൻസി പെറ്റീഷനെ മാപ്പ് പറഞ്ഞതിന്റെ രേഖയാക്കി ഉയർത്തിപ്പിടിക്കാനാവില്ല. നിങ്ങളുടെ വാദങ്ങൾ പൊളിയും. ശരി, ഞാനിപ്പോ എനിക്ക് രാജു പി നായർ ഒരു ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്കൾ ചോദിച്ചല്ലോ സവർക്കർ ഒരു പ്രത്യേക കാലഘട്ടം. മേഴ്സി പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറയാം ചോദ്യം പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറയാതെ മേഴ്സി പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ന് ചോദിച്ചു, കേട്ടു, എല്ലാവരും കേട്ടു. അവിടെ നിൽക്കൂ. ഞാൻ പറയാം. താങ്കൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം വീര സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ശരിയാണ്, വളരെ റെലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധ അരവിന്ദ് ഘോഷ് എന്ന് പറയുന്ന ആളെ പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? അരവിന്ദ് ഘോഷ്. താങ്കളുടെ ഇതേ ലോജിക്ക് വെച്ച് അരവിന്ദ് ഘോഷ് ഇന്ത്യ ഒറ്റുകൊടുത്തവരാകണമല്ലോ. ഒരു പണി എടുത്തിട്ടില്ലല്ലോ. ആലിപ്പൂർ ബോംബ് കേസിൽ ജയിലിൽ പോയതിനു ശേഷം അരവിന്ദ് ഘോഷ് പുറത്തു വന്നത് മഹർഷി അരവിന്ദനായിട്ടാ. അറിയുമോ താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ വിപ്ലവവാദ ഉപേക്ഷിച്ച് അദ്ദേഹം ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു. സവർക്കർ 26 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തന്റെ വിപ്ലവവാദം ഉപേക്ഷിച്ച് അദ്ദേഹം ദേശീയ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് അയാൾ സ്വാതന്ത്ര്യത്തിനോട് ഒന്നും ചെയ്തിട്ടില്ലേ? ചുമ്മാ എന്തെങ്കിലും പറയരുത്. ശരി, ഏത് ദേശീയ പ്രവർത്തനം? ഏത് ദേശീയ പ്രവർത്തനം? നിങ്ങളുടെ ദേശീയ പ്രവർത്തനം അല്ല സാർ, നാട്ടുകാരുടെ ദേശീയ നെഹ്റു മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന ദേശീയ പ്രവർത്തനം? മഹാത്മാഗാന്ധിയെ കൊലപാതകം ചെയ്ത ദേശീയ പ്രവർത്തനമാണോ നിങ്ങൾ പറയുന്നത്? ശിക്ഷിക്കാനാണ്. അപ്പൊ ഒരു മിനിറ്റ്, 1910 നടന്ന സംഭവം അല്ലല്ല, 1910 നടന്ന സംഭവത്തിൽ ഒരു മിനിറ്റ് അല്ല, നിങ്ങൾ ചോദ്യമാണ്. സവർക്കർ ഗാന്ധിയെ കൊന്നെങ്കിൽ നെഹ്റുവും പട്ടേലും അടക്കമുള്ളവരെന്താ ശിക്ഷിക്കപ്പെട്ടത്? അതെ, രാജു കേൾക്കട്ടെ. രാജു ഇതിന് മറുപടി പറയാം.
കാരണം ഞാൻ പറയാം, സമയം തരുമോ? കാരണം ഞാൻ പറയാം, അല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ കൊന്നയാളാണ് രാജ്യത്തിന്റെ ഇന്ദിര വിശേഷിപ്പിച്ചത്. ആ സൗജന്യ ആ അഭ്യാസം ഒന്നും ഇങ്ങോട്ട് എടുക്കരുത്. ഘട്ടത്തിൽ ഞാൻ പറയട്ടെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വീര സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എന്തിനാണ് അദ്ദേഹത്തെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ച എന്തിനാ സർ? ഇന്ദിരാഗാന്ധിയെ തന്നെ തള്ളിപ്പറയല്ലേ? നോക്കൂ, ഇതിലധികം ഈ പറയുന്ന സവർക്കർജിയെ വീര സവർക്കർ എന്ന് തന്നെ വിളിക്കണം. 26 വർഷവും കുറച്ച് ദിവസങ്ങളും അടക്കം ഏകദേശം 27 വർഷങ്ങളാണ് ഈ പറയുന്ന മനുഷ്യൻ ഇത്ര കണ്ട് കഠിനമായിട്ടുള്ള ഈ തടവ് ജീവിതം തള്ളി നീക്കിയത്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആ വൃത്തികെട്ട എന്ന ഭാഷ ആരെങ്കിലും ഉപയോഗിച്ചാലും കുറ്റപ്പെടുത്താനാവില്ല. കാരണം അത്രയ്ക്കുണ്ടായുള്ളത് നെഹ്റു വിത്ത് ലേഡീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. മൗണ്ട് ബാറ്റന്റെ ഭാര്യയായിട്ടുള്ള എഡിന എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. ആ എഡിനയുടെ മകൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് കിട്ടുന്നവരൊക്കെ വായിക്കാം. അതിന്റെ മലയാള വിവർത്തനമൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് എന്റെ അറിവ്. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ നെഹ്റു എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട മഹാത്മാ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, ഈ ചങ്ങാതി എന്തൊക്കെയായിരുന്നു ചെയ്തത് എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സവർക്കറെ കുറ്റം പറയുന്ന ഓരോ ആളുകളും ചിന്തിക്കുക, എനിക്കും നിനക്കും വേണ്ടി 26 വർഷത്തിലധികം വളരെ ക്രൂരമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ആ തടവ് അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ, വളരെ വിരളമായിട്ട് ഒരുപാട് 2 പതിറ്റാണ്ടിലധികം ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള ആ പറയുന്ന ശിക്ഷ രീതികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മനുഷ്യന്മാരിൽപ്പെട്ട ഒരാളെ ചെരുപ്പ് നക്കിയെന്നും ഒറ്റുകൊടുപ്പുകാരൻ എന്നൊക്കെ വിളിക്കുന്ന നീയൊക്കെ നിന്റെ ബാപ്പ അതല്ലെങ്കിൽ നിന്റെ അച്ഛൻ അത്ര കാണാൻ അങ്ങോട്ട് ഭംഗിയില്ല എന്ന് കരുതിയിട്ട്, നിന്റെ ബാപ്പ അത്രക്കങ്ങോട്ട് കാണാനായിട്ട് ഭംഗിയില്ല എന്ന് കരുതിയിട്ട് അയലോക്കത്തുള്ള മദ്രസ അധ്യാപകനായിട്ടുള്ള മമ്മദിനെ പിടിച്ച് ബാപ്പയാക്കിക്കൊണ്ട് ഇതാണ് എന്റെ ബാപ്പ എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ആ സംസ്കാരമുണ്ടല്ലോ, കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന ആ സംസ്കാരമുണ്ടല്ലോ, ആ നീയൊക്കെ പോയി ചരിത്രം ഒന്ന് പഠിക്കുക. കാരണം കേരളം വിട്ടു കഴിഞ്ഞാൽ സവർക്കറെ വീര സവർക്കർ എന്ന് വിളിക്കുകയും കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് നക്കി സവർക്കർ എന്നും വിളിക്കുന്ന ഈ രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന, സോണിയ ഗണ്ഡി എന്ന് പറയുന്ന, പ്രിയങ്ക ഗണ്ഡി എന്ന് പറയുന്ന ഈ വർഗമുണ്ടല്ലോ, ഈ വർഗം ഈ 10 വർഷത്തിനുള്ളിലാണ് ഈ പറയുന്ന സവർക്കർ എന്ന് പറയുന്ന വീരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജിഹാദികളെയും ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജികളെയും അടിമകളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്, ചോര കുടിച്ച് ജീവിക്കുന്ന അട്ടകളായിട്ടുള്ളത് എന്ന് ഇനിയെങ്കിലും മലയാളി മനസ്സിലാക്കുക. കാരണം മലയാളി മാത്രമല്ല ഭാരതം എന്ന് പറയുന്നത്. ഈ ഭാരതത്തിലെ ബാക്കി വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സവർക്കർ എന്ന് പറയുന്നത് വീരൻ തന്നെയാണ്. അദ്ദേഹം അനുഭവിച്ച 26 വർഷവും ദിവസങ്ങളും അടക്കമുള്ള ആ കഠിന തീവ്രമായിട്ടുള്ള തടവ് ശിക്ഷയുണ്ടല്ലോ, അത് മാത്രം മതി അദ്ദേഹത്തെ വീരനാക്കാൻ, അദ്ദേഹത്തെ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് അയൽപ്പക്കത്തെ മദ്രസ പൊട്ടനായിട്ടുള്ള മമ്മദിനാണ് എന്റെ ബാപ്പയുടെ സ്ഥാനം എന്ന് സ്വന്തം ബാപ്പയെ മാറ്റി പറയുന്ന ഇത്തരത്തിലുള്ള സംസ്കാരത്തെ മാത്രമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ എന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് കേൾപ്പിക്കാൻ കാരണം നമുക്കറിയാം സവർക്കർ എന്ന് പറയുന്ന വീരനെ കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന പ്രചാരണം എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു വർഷം മുൻപ് ജനൻ ടിവിയിൽ നടന്ന ചർച്ചയിലെ ഭാഗങ്ങളാണിത്. അതിൽ പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഈ സവർക്കറെ കുറിച്ച് ഈ രാജു പി നായർ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രതിനിധി. ഏറ്റവും രസം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റിന്റെ പ്രതിനിധിക്ക് ഒന്നും മിണ്ടാനില്ല. കാരണം തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. ഈ EMS എന്ന് പറയുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ടല്ലോ, ഈ നമ്പൂതിരിപ്പാടും AKG അടക്കമുള്ളവർ എന്തായിരുന്നു ഈ പറയുന്ന സവർക്കറെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ വായിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതിന് ചരിത്രം അറിയണം. അല്ലാതെ അടിമകളായിട്ടുള്ള മണ്ടൻ മലയാളിയെ എല്ലാ കാലത്തും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ കുറച്ചെങ്കിലും വിദ്യയും വിവരവുമുള്ള ആളുകളുണ്ട്, അടിമത്ത മനോഭാവം ഇല്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ആ അനുഭവം ഇല്ലാത്ത അടിമകളല്ലാത്ത ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.